ക്രാഫ്റ്റ് വേസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല അടിപൊളി ഈസ്തറ്റിക് ആൻഡ് ക്യൂട്ടായിട്ടുള്ള സിമ്പിൾ ഡെസ്ക് ഡെക്കേഴ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഏകദേശം ഒരു 2 weeks ഒക്കെ ആയി. പക്ഷേ എന്തെങ്കിലും റീസൺ കാരണം ഇങ്ങനെ നീട്ടി വെക്കേണ്ടി വരുന്നു. അവസാനം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും പോസ്റ്റ് ചെയ്യണം, എന്ത് റീസൺ വന്നാലും എങ്ങനെയെങ്കിലും പോസ്റ്റ് ചെയ്യണമെന്ന്. അങ്ങനെ പോസ്റ്റ് ചെയ്യാനിരുന്നപ്പോൾ അത് ഞാൻ ചെയ്യാനിരുന്നപ്പോൾ ഭയങ്കര മഴയും പിന്നെ അതുപോലെ തന്നെ ലൈറ്റില്ല, അങ്ങനെ ക്ലാരിറ്റി ഇഷ്യൂസ് വരുമോയെന്ന് എനിക്ക് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് നമുക്ക് പറ്റുന്നത്ര ചെയ്തിട്ട് ബാക്കി പാർട്ട് 2 ആയിട്ട് ഇടാണ്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഒരു ഫ്ലവർ പോട്ട് അല്ലെങ്കിൽ ഫ്ലവർ വേസ് അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ജസ്റ്റ് ഞാനൊരു ചാർട്ട് പേപ്പറും പിന്നെ ബ്രഷ് പെൻസ് പെന്ന് അങ്ങനെയൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്തതാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ മാക്സിമം എൻ്റെ ചാനലിൽ ഹാൻഡ് മെയ്ഡ് ഐറ്റംസേ പോസ്റ്റ് ചെയ്യത്തുള്ളൂ എന്ന്. അപ്പോൾ ഈ കാണിക്കുന്ന പോലെ തന്നെ ഓരോന്ന് ചെയ്യാം. അതായത് ഒരു പീസ് ചാർട്ട് എടുത്തിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ ഫ്ലവർ വേസിനും ഫ്ലവറിനും ഒരു ഹെലോ കിറ്റി തീമിലാണ് ഞാൻ ആ ഒരു ഫ്ലവർ വേസ് ചെയ്തത്. സംഭവം എല്ലാം പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആണ്. ഞാൻ കുറേ കാലം ഇങ്ങനെ നോക്കി ഒക്കെ വെച്ചിട്ട് സേവ് ചെയ്ത് വെച്ച കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്കതിന് സ്റ്റെം ലീവ്സൊക്കെ വേണമല്ലോ, അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അതിന് ബാക്ക് സൈഡ് ഗ്ലൂ ഒട്ടിക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഈ ഹെലോ കിറ്റി ഒന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ട് നിൽക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡബിൾ സൈഡ് ടേപ്പില്ലേ ആ കട്ടിയുള്ള അത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് മെയിൻ തിങ്. ഈ ഒരു സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം അതിങ്ങനെ തുള്ളി കളിക്കണ കുഞ്ഞിപ്പുഴു അങ്ങനെ പറയുന്നില്ലേ, അതുപോലെ തുള്ളി കളിക്കുന്ന ഒരു കുഞ്ഞ് ഫ്ലവർ അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ആക്ച്വലി എൻ്റെ ചാർട്ട് പേപ്പർ കുറച്ചും കൂടി വെയ്റ്റ്ലെസ് ആയിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് അത് മര്യാദക്ക് നിൽക്കുന്നുണ്ടായിരുന്നില്ല, എന്നാലും ഞാൻ ഒപ്പിച്ചു. ദ നെക്സ്റ്റ് ഐറ്റം ഈസ് നമ്മുടെ പാണ്ടക്കുട്ടനെ ഇതുപോലെ തന്നെ തുള്ളി കളിക്കുന്ന ഒരു സാധനമായിട്ട് ഡെക്കറാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ അങ്ങോട്ട് ചെയ്യുക, എന്നിട്ട് അതിന് സ്റ്റിക്ക് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിക്ക് ചെയ്യുക. അതാണ് നെക്സ്റ്റ് ഐറ്റം. ഞാൻ പറഞ്ഞല്ലോ സിമ്പിളാണ്, ജസ്റ്റ് ഒരു 5 minutes വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഒരു മണ്ടത്തരം കാരണം കുറച്ചധികം വൈകുന്നേ ഉള്ളൂ. അങ്ങനെ അടുത്ത ഐറ്റമാണ് ഈ ഒരു ഫ്ലവേഴ്സ്. എനിക്ക് ഇത് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ആക്ച്വലി ഞാൻ വിചാരിച്ചു ഇതിനായിരിക്കും കുറേ ടൈം പോവാന്ന്, പക്ഷേ ഇതായിരുന്നു പെട്ടെന്ന് ചെയ്തിട്ടായത്. ബാക്കി 2 ഈസി ആയിരുന്നു, പക്ഷേ എൻ്റെ കുറേ മണ്ടത്തരം കാരണം എല്ലാം ടഫായിപ്പോയി. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുമ്പം ഈസി ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക, പിക്സൊക്കെ സെൻഡ് ചെയ്യുക. ഞാൻ സ്റ്റോറിയും വീഡിയോസിലേക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ തുലിപ്സിൻ്റെ ഈ ഒരു മെഷർമെൻറ്റിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിനെ ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് തിങ്സ് അതിൻ്റെ ഒരു പാർട്ടീഷൻ കൊടുക്കണം. ആ പാർട്ടീഷന് വേണ്ടിയാണ് ഈ ഒരു പേപ്പർ എടുത്തിട്ട് ഞാൻ അതിൽ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം കട്ടിയുള്ള പേപ്പർ തന്നെ വേണം കേട്ടോ. അപ്പോൾ കട്ടിയുള്ള പേപ്പർ എന്ന് പറയുമ്പം ഞാനിപ്പോൾ ഇവിടെ ചാർട്ട് പേപ്പർ യൂസ് ചെയ്തിട്ട് തന്നെ എനിക്ക് മര്യാദക്ക് നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്കെച്ച് ബുക്കിൻ്റെ പേപ്പേഴ്സോ അതൊക്കെ നല്ല അത്യാവശ്യം കട്ടിയുള്ളതാണ്, അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നല്ലതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഐറ്റംസ് തുലിപ്പ്. ഈ തുലിപ്സ് ആ ഒരു തുലിപ്പ് ഒരു ഫ്ലവർ ഷോപ്പ് പോലെയാണ് അത് പ്രോജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു 3 ഫസ്റ്റ് 2 cm പിന്നെ 3 cm പിന്നെ 4 cm ഐ തിങ്ക് അതായിരിക്കും. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റിൽ ഞാനിങ്ങനെ തുലിപ്സ് വരച്ചു കൊടുത്തിട്ട് സെൻറ്ററിന് കട്ട് ചെയ്തിട്ട് ഓരോരോ പാർട്ടീഷനായിട്ട് പ്രോജക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അതായിരുന്നു ഇതിലുണ്ടായിരുന്നത്. അപ്പോൾ 3 ഡെസ്ക് ഡെക്കറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പാർട്ടും ഞാൻ ഇടുന്നതായിരിക്കും, നിങ്ങളെന്തായാലും കാണണം. അപ്പോൾ ഇത് കണ്ടതുപോലെ തന്നെ ഞാനിവിടെ ചെയ്യുമ്പോൾ നിങ്ങളും ജസ്റ്റ് ഒന്ന് പേപ്പേഴ്സും സീസർ ഗ്ലൂ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഒന്ന് കൊടുന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു 5 minutes 5 minutes എടുക്കത്തുള്ളൂ.
അപ്പോൾ ഇതൊക്കെ ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതാണ് ഏറ്റവും അടിപൊളി എന്ന് വേണേൽ പറയാം. അങ്ങനെ ലൈറ്റിൻ്റെ പ്രശ്നം കാരണം ഭയങ്കര ക്വാളിറ്റി പ്രശ്നമാണ്. എന്താ ചെയ്യണമെന്ന് അറിയില്ല. അവസാനം ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചിട്ട് എന്നെ തന്നെ വാശി പിടിച്ച് എന്താ പറയുക, അങ്ങനെയായിരുന്നു ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയാം. പിന്നെ വീഡിയോക്ക് അധികം റീച്ച് പോകുന്നില്ല, എന്താണെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊക്കെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.